ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും സ്മരണകളുമായി പ്രവാസ ലോകത്തും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. യുഎയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ദുഃഖവെള്ളി പ്രാർത്ഥനകളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തു പീഡകളേറ്റ് കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് യുഎയിലെ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പുലർച്ചെ മുതൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും അരങ്ങേറി. അബുദാബി മൊസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. കുരിശുമരണത്തിലൂടെ ഈശോ മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മ ആചരണമായി ചടങ്ങുകൾ മാറി. ഫാദർ ടോം ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുസ്തഫ കത്തോലിക്ക ദേവാലയത്തിൽ ഇത് 3-ാം തവണയാണ് ക്രിസ്തുനാഥന്റെ തിരുസ്വരൂപവുമായി നാട്ടിലെ പോലെ നഗരികാണിക്കൽ നടത്തിയത്. ഇന്ന് പീഡാനുഭവ വെള്ളി, ദൈവത്തിന്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കപ്പെടുന്ന ദിവസം. യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു: തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിന്റെ പരമകോടിയായിരുന്നു ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ പീഡാനുഭവ വെള്ളിയാഴ്ച. ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലും ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക പള്ളിയിലും ദുഃഖവെള്ളി ചടങ്ങുകൾ നടന്നു. അബുദാബിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് കല്ലിറ്റതിൽ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവ് വികാരി ഫാദർ എൽദോ എം പോൾ, സഹവികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. ജനം, ദുബായ്.